ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ആമേൻ. Wait. Okay. Sit. Shush it. Shush it. Shush it. Shush it. Wow. Good morning, boys. Am I late? Yes, you are late. If this is the case, then justice will go to the dogs. I pity you for the dirty game you have played as a manipulator. Being the Supreme Court of Justice in India, you should know what is punctuality, what is municipality, and what is tinctuality. Wow. Good point. You are dangerously sincere. പക്ഷേ ഇതൊക്കെ പറയാൻ താൻ ആരാ? ഓ തനിക്കെന്നെ അറിയില്ല അല്ലേ? ഞാൻ രമേശ് നമ്പ്യാർ, സുപ്രീം കോടതിയിലെ നരി. എന്നാണ് അഡ്വക്കേറ്റ് കുന്നേക്കാടൻ സുപ്രീം കോടതിയിലെ നരസിംഹം. Dynamic bombastic couples are back again. നിങ്ങളല്ലേ പണ്ട് സുകുമാരൻ വാഴക്കൽ കേസ് വാദിച്ച് കുളമാക്കിയത്? Yes, അത് ഞാൻ തന്നെ. ഒരു കുറ്റവും ചെയ്യാത്ത 8 നിരപരാധികളല്ലേ ഞാൻ പുല്ലുപോലെ കഴിമരത്തിൽ കയറ്റിയത്. തന്നോട് കാല് പിടിച്ച് ഞാനൊന്ന് പറഞ്ഞതല്ലേ വേണ്ട വേണ്ടെന്ന്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ആ ഭാഗ്യം. I still know, but cosmic law should win. Cosmic law ഇരിക്കട്ടെ. ഡോ അതവിടെ ഇരിക്കട്ടെ. ബട്ട് നൗ വാട്ട് ഇസ് ദ ബ്രീഫ് കേസ്? യുവർ ഓണർ, ഈ കേസിൽ എന്റെ കക്ഷി നിരപരാധിയാണ്. എന്റെയും. തുടക്കത്തിൽ ഇത് തന്നെ എല്ലാരും പറയുന്നത്, അവസാനം ഈ ഞാനായിരിക്കും പ്രതി. ആർക്കറിയാം? സർ, shall I begin? No, the Waterloo has begun and I shall start it. സർ, ഇയാളെന്താ ഇങ്ങനെ ഒരുമാതിരി പുണ്ണെ കാണുന്ന ഒരുമാതിരി പന്നെ കാണാൻ അവരുത് കേട്ടോ. ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് പറയാനുള്ളൊന്ന് കേൾക്കണം പ്ലീസ്. യെസ് പ്ലീസ്. സർ, അന്ന് 1984 ഉച്ചയ്ക്കായിരുന്നു ഞങ്ങളുടെ വിവാഹം. അന്ന് രാത്രി തന്നെ ആയിരുന്നില്ലേ ഗുജറാത്തിലെ ഭൂകമ്പം? അതൊന്നും നമ്മൾ അറിഞ്ഞില്ല. ഒരു രാത്രി 2 ദുരന്തങ്ങളോ. I am the objection, Your Honor. കേസിൽ എതിർഭാഗം വക്കീൽ ആവശ്യമില്ലാതെ ഗുജറാത്തിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. ഇവിടുത്തെ വിഷയം ഗുജറാത്തുമല്ല ആദിരാത്രിയുമല്ല. അതൊക്കെ എടുത്തിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് പിരിയുന്നത്? യെസ് യുവർ ഓണർ, ഐ വാസ് കമ്മിങ് ടു ഇറ്റ്. ദിവസം മുഴുവൻ അധ്വാനിച്ച് വീട്ടിലെത്തുന്ന എന്റെ കക്ഷിക്ക് ഒരു പെഗ് അടിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ നിൽക്കുന്ന പ്രതി കൊടുക്കാറില്ല. അതിനും ഒരു കാരണമുണ്ട്. അടിച്ച് ഫിറ്റായി കോൺ തിരിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഈ പെണ്ണുമ്പോൾ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ കേട്ടാൽ ചങ്കൂറ്റുള്ളൊരു ഭർത്താവും അത് സഹിക്കുകയില്ല. സോ നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. Yes, the D-Day has come. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്നെ ഒന്നും മിണ്ടാത്തേ. സോറി ഫോർ ദ സൈലൻസ് യുവർ ഓണർ. എന്റെ കക്ഷി ഒരു പുതിയ ഭർത്താവിനായി ഒരു തിങ്കളാഴ്ച വ്രതത്തിലാണ്. Wow, what an excellent ritual of India. പറഞ്ഞു കൊടുക്കണം അവൾ എങ്ങനെയൊക്കെ നിന്നെ ദ്രോഹിച്ചെന്ന്. സർ, ഇവളെന്നെ ഐഡിയ ബാർ സിംഗർ കാണാൻ സമ്മതിക്കില്ല, ഒരു കോള് വിളിക്കാൻ സമ്മതിക്കില്ല. എനിക്കങ്ങനെ ഒരു കോള് വന്ന അത് മൊത്തം അവള് തന്നെ സംസാരിച്ചു തീർക്കുന്നു. വലിയ ക്രൂരത. ഇല്ല സർ, ഇനിയുണ്ട്. ഞാൻ രാത്രി മൊത്തം കഷ്ടപ്പെട്ടിരുന്നു മാവാട്ടി അവൾക്ക് എന്തെങ്കിലും തിന്നെ ഉണ്ടാക്കി കൊടുത്ത് ഉപ്പില്ല മുളകില്ല എന്ന് പറഞ്ഞ് എന്റെ മുഖത്ത് കാർക്കി ചുട്ടു. കഷ്ടം. കേട്ടില്ലേ അവരുടെ ഘോര പീഡനം? ഇനി കോടതി തന്നെ തീരുമാനിക്കട്ടെ ഈ വടയക്ഷിയെ എന്ത് ചെയ്യണമെന്ന്. You are crossing the limits. I am beyond limits. I am beyond control and I am above every law. Mr. പുന്നക്കാരൻ, I am just kidding, man. എനിക്കിപ്പോൾ ഈ കഥയിൽ വേണ്ടത് ഒരു ട്വിസ്റ്റ് ആണ്. സത്യത്തിൽ കേസിൽ ആരാ ഭർത്താവ് ആരാ ഭാര്യ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ബയോളജിക്കലി സ്പീക്കിംഗ് ഷീ ഈസ് ദ വൈഫ്. No, she is a man. എന്താ ജഡ്ജിനൊന്നും പറയാനില്ലേ? ഓ രമേശൻ, കുട്ടികളെ പറ്റി എന്താണ് തീരുമാനം? ഞാനും എന്റെ ഭാര്യ തീരുമാനിച്ചിരിക്കുന്നത് പിള്ളേരിപ്പ വേണ്ടെന്ന്. തന്റെ കാര്യമല്ലടോ. FIR ഇക്രുമോനെ കുറിച്ച് പറയുന്നില്ലേ, അതെന്താണ്? ഓ യെസ്, സാധാരണ ഏതൊരു ഡൈവോഴ്സ് കേസും പോലെ കുട്ടിയെ 4 ദിവസം അച്ഛനോടൊപ്പം 3 ദിവസം അമ്മയോടൊപ്പമാണ് വിടാറുള്ളതെങ്കിലും സിൻസ് ഇറ്റ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് റെപ്ലിക്കേറ്റഡ് ആൻഡ് ഡിപ്ലോമാറ്റിക് സിറ്റുവേഷൻ കുട്ടിയെ 7 ദിവസവും അച്ഛനോടൊപ്പം തന്നെ വിടുന്നു. അതങ്ങ് ഭരണങ്ങാനത്തിന് പറഞ്ഞേച്ചാ മതി. Since it is too tough for my convictions to grasp and difficult for my conscience to indigestion. തനിക്ക് നേരത്തെ ഒരു വാണിംഗ് തന്നതല്ലേ കോർട്ടിൽ അസഭ്യം പറയരുതെന്ന്? തനിക്ക് ആ കുട്ടിയെ അങ്ങ് നോക്കരുത്. ഇല്ല സർ, എനിക്കതിന് കഴിയില്ല സർ. കാരണം
എനിക്കൊരു അമ്മയാകാൻ കഴിയില്ല സാർ. But it is biologically impossible, sir. But it is technologically possible, sir. ഡോ, താൻ എന്റെ വക്കീലാണോ? ഒരൊറ്റ കീറ. ഇത് തന്നെയാണ് കഴിഞ്ഞ കേസിലും സംഭവിച്ചത്. ഹിസ്റ്ററി റിപ്പീറ്റ്സ്. ഓർഡർ. ഈ കേസിൽ കോടതി ഒരു പുതിയ നിഗമനത്തിലെത്തുന്നു. കുട്ടിയും പ്രോപ്പർട്ടിയും ഒരുമിച്ച്. കുട്ടി എടുക്കുന്നവർക്ക് പ്രോപ്പർട്ടി ഫ്രീ. ഇപ്പോഴോ? യുവർ ഓണർ, എന്റെ കക്ഷിക്ക് രണ്ടും വേണം. മിസ്റ്റർ പുന്നക്കാടൻ, ഇറ്റ്സ് എ ഡീൽ ഓർ നോ ഡീൽ? Yes, it's a deal. എടോ, എന്റെ പേഴ്സ്, എന്റെ പെട്ടി, എന്റെ വസ്തു, കുട്ടി മാമ. ഇനി ഒരു കുട്ടി മാമയെ വരില്ല എന്ന് രക്ഷിക്കാൻ അത്രയ്ക്കധികം പാപം താൻ ചെയ്തു കഴിഞ്ഞു. സാർ, ഞാൻ അപ്പാവി സാർ. ഇനി എന്റെ ജാൻസി മോക്ക് വേണ്ടി ഞാൻ പറയുവാ, ഇനി ഈ തേവക്കാട്ട് ഒരു പെങ്കൊച്ചിന്റെയും കണ്ണീര് വീഴുകയല്ല. ഏത് പെണ്ണിന്റെ കണ്ണീർ വീണെന്നാണോ താനീ പറയുന്നേ? താൻ ഏത് സുപ്രീം കോടതിയിലെ വക്കീലാണോ? Yes, the Supreme Court, the ultimate power. എല്ലാ പരമാധികാരത്തിന്റെയും അവസാന വാക്ക്, the termination of law, the immunity of terror, the multiplication of mammals. Mama Tuli. How dare you speak about the court like this? Then you tell me about the court, about the judiciary, about the legal proceedings. ഞാൻ ഈ കോസ്മിക് ലോ ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും എനിക്കറിയില്ല. കണ്ണപ്പേട്ടൻ, ദാസപ്പേട്ടൻ, ജോസപ്പേട്ടൻ. അല്ല, ഈ ജോസപ്പേട്ടൻ എവിടെ നിന്നാണ് വന്നത്? സോറി, നിങ്ങൾ തമ്മിലുള്ള വ്യക്തി വിദ്വേഷത്തിന്റെ വൈരാഗ്യത്തിന്റെ കഥ ഈ കോടതിയിലെ ഓരോ മയിൽക്കുട്ടിക്ക് പരിചിതമാണ്. സാർ, വേണ്ട സാർ. ഞാൻ കാരണം ഇനി നിങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ വേണ്ട സാർ. ഞാനത് താങ്ങില്ല സാർ. No, താൻ പേടിക്കാതിരിക്കെ. എന്തൊക്കെ സംഭവിച്ചാലും ചിന്താമണി will win. Yes, I will win. ഓർഡർ. ഈ കേസിൽ കോടതി ഒരു വിധി പറയുകയാണ്. കൊല്ലവർഷം 1985, കേസ് നമ്പർ ബി ബാർ. രമേശ, താൻ ജയിച്ചടോ? തോറ്റു. കോസ്മിക് ലോ തോറ്റു. കോസ്മിക് ലോ തോൽക്കുകയല്ല, എടിയേ.